കേരളം ഇന്നേ വരെ കാണാത്ത രീതിയിൽ എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനു മുൻപേ ഇത്തരത്തിൽ ഒരാളെ വേട്ടയാടുന്നത് കേരളം കണ്ടിട്ടുണ്ടെങ്കിൽ അതും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും സഖാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് കൈ ചേർത്ത് നിന്നുകൊണ്ട് ഒരു മനുഷ്യനെ വേട്ടയാടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് 2016 ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയെയായിരുന്നു അത്തരത്തിൽ വേട്ടയാടുന്നത് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ വേട്ടയാടലാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ സഖാക്കൾ അങ്ങനെ നിറഞ്ഞു തുള്ളുകയാണ്. ഒരു ഭാഗത്ത് സൈബർ ഇടങ്ങളിൽ സഖാക്കൾ നിറഞ്ഞു തുള്ളുമ്പോൾ ഇപ്പുറത്ത് അന്തംഗമ്മികളായിട്ടുള്ള കൂട്ടിക്കൊടുപ്പുകാരായിട്ടുള്ള മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരൊന്നും ആലോചിക്കുന്നില്ല. ആരോപണങ്ങൾ ഉന്നയിച്ച് മുലക്കച്ച കെട്ടി ഈ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട സ്ത്രീകൾ അവർ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു റിട്ടൺ കംപ്ലൈന്റ് എഴുതി നൽകാതെ അന്വേഷണവുമായി സഹകരിക്കാതെ ഞങ്ങൾ നിയമ നടപടികളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും ഈ സമൂഹത്തിൽ ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും ഒരുത്തനെ വീഴ്ത്തിയതിൻ്റെ, ഒരുത്തനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയതിൻ്റെ ഒരു ജാള്യതയുമില്ലാതെ എല്ലാവിധ ആഗ്രഹങ്ങളും നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാധ്യമങ്ങൾ കണക്കിലെടുക്കുന്നില്ല. മാധ്യമങ്ങൾ ഒരാൾ പോലും ചോദിച്ചില്ല എന്തേ ഈ ഇരകളാണെന്ന് അവകാശപ്പെട്ട് സമൂഹത്തിന് മുന്നിൽ വന്ന ഇവർ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു റിട്ടൺ കംപ്ലൈന്റ് എഴുതി നൽകുന്നില്ല എന്ന്. ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസും ഇവർ രണ്ടുപേരെയും പൊതുമധ്യത്തിൽ വന്ന് രാഹുലിനെതിരെ പരസ്യമായി ആരോപണം ഉന്നയിച്ച ഈ രണ്ടുപേരെയും പോലീസ് സമീപിച്ചു. എന്നിട്ടും ഒരു റിട്ടൺ കംപ്ലൈന്റ് എഴുതി നൽകാൻ അവർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവരുടെ മറുപടി ഞങ്ങൾ നിയമ നടപടിക്ക് ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പോ എന്നിട്ടും രാഹുലിനെ കേൾക്കാതെ ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിൽ മാധ്യമ വേട്ടകൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും പല വാർത്തകളും രാഹുലിനെതിരെ കാണുമ്പോഴും കെട്ടിച്ചമച്ച വാർത്തകൾ മാധ്യമങ്ങൾ പടച്ചുവിടുമ്പോഴും സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുമ്പോഴും മാധ്യമങ്ങൾ മുന്നിൽ നിന്ന് ഇരകളെ സൃഷ്ടിച്ചെടുക്കാൻ ഫോൺ കോളുകളും നേരിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുമ്പോഴും നമ്മൾ ചുറ്റും ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പൊതുജനത്തിന് എന്താണ് അഭിപ്രായം എന്നുള്ളത്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന വീഡിയോകളിൽ 1ഉം 2ഉം വീഡിയോകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോകളിൽ അതിനെ അനുകൂലിച്ചുകൊണ്ടും അതിനോടുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ കമന്റുകൾ വരാറുണ്ട്. ബട്ട് ഞാൻ ഇന്ന് വരെയുള്ള എൻ്റെ കമന്റ് ബോക്സുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഞാൻ ചെയ്ത വീഡിയോകളുടെ കമന്റ് ബോക്സുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അതിൻ്റെ 99% കമന്റുകളും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടാണ്. ഇപ്പോൾ പാലക്കാടിലെ ജനങ്ങളും ഇറങ്ങിയിരിക്കുകയാണ്. പാലക്കാട് നിന്നുള്ളവർ പലരും വീഡിയോ കണ്ടിട്ട് അതിന് താഴെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടും രാഹുലിന്റെ തിരിച്ചു വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഇപ്പോ രംഗത്ത് വരുന്നത്. ഇത് കാണുമ്പോൾ ചില തീരുമാനങ്ങൾ സതീശൻ എടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ നമുക്ക് സതീശന് കുറ്റം പറയാനില്ല. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ വേണ്ടി, പാർട്ടി പ്രവർത്തകർ തലകുനിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ കുറ്റം പറയാനില്ല. ബട്ട് അദ്ദേഹം ഉചിതമായ തീരുമാനം തന്നെയാണ് എടുത്തത്. ബട്ട് ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന നടപടിയിൽ അദ്ദേഹം പുനർവിചിന്തനം നടത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതോടൊപ്പം നമ്മൾ പരിശോധിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും എന്തിനധികം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾ നേരിട്ടതിന് ശേഷം പൊതുസമൂഹത്തിൽ അതുപോലെ സോഷ്യൽ മീഡിയയിൽ 3 തവണയാണ് അദ്ദേഹം പോസ്റ്റുമായി വന്നിരിക്കുന്നത്. ഈ 3 തവണ പോസ്റ്റുമായി വന്നപ്പോഴും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് 10,000ങ്ങളാണ് അതിൻ്റെ കമന്റ് ബോക്സിൽ നിറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് ഇനി പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് പാർട്ടി അച്ചടക്ക നടപടി നിങ്ങൾക്കെതിരെ എടുത്തിട്ടുണ്ടാവുമായിരിക്കാം. അത് പാർട്ടിയുടെ നടപടിയും പാർട്ടിയുടെ കാര്യങ്ങളും പാർട്ടി രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അത് പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി നേതൃത്വവും KPCCയും പ്രതിപക്ഷ നേതാവും ഒക്കെ കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കട്ടെ.
ബട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ വന്ന് കാല് വെച്ചാലും ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അടൂരിലെ വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിലും പാലക്കാടിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പാലക്കാടിൽ നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള നടപടിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. കഴിഞ്ഞ ഓഗസ്റ്റ് 19, അതായത് നിങ്ങൾക്കെതിരെ ഈ ഒരു ആരോപണം സോഷ്യൽ മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിചാരണ തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് നിങ്ങൾ സിനിമാ താരമായിട്ടുള്ള ആസിഫ് അലിയെ കൊണ്ടുവന്നുകൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ നിങ്ങൾ 20 വീടുകൾക്കുള്ള പ്രവർത്തനത്തിന്റെ തുടക്കം നിങ്ങൾ കുറിച്ചത്. ആ സ്മാർട്ടിന്റെ സ്മൈൽ എന്ന് പേരിട്ടിരിക്കുന്ന ആ പദ്ധതി നിങ്ങൾ പൂർത്തീകരിക്കണം. ആ പദ്ധതി നിങ്ങൾ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അതുപോലെ സ്മാർട്ട് എന്ന് പേരിട്ട് നിങ്ങൾ അനേകായിരം പദ്ധതികൾ, അതിൻ്റെ വോളണ്ടിയർമാരായിട്ടുള്ളവർ, അതിൻ്റെ എഡ്യൂക്കേഷണൽ വിങ് ആയിട്ടുള്ളവർ, അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ 2.5 വർഷം കൊണ്ട് നിങ്ങൾ പാലക്കാടിൻ്റെ മണ്ണിൽ തുടങ്ങി എന്നുള്ളതാണ്. 2.5 വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആകെ ലഭിച്ചിരിക്കുന്ന 2.5 വർഷം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 1.5 വർഷമേ ആയുള്ളൂ. ഈ ഒരു കാലയളവ് കൊണ്ട് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തുടങ്ങി വെച്ച ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതൊന്നും മുടങ്ങിപ്പോവാൻ പാടില്ല. പാലക്കാട് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹം അത് നിങ്ങൾ കണ്ടില്ലെങ്കിലും ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ, ആ പിന്തുണ ഞങ്ങളുടെയൊക്കെ കമന്റ് ബോക്സുകളിൽ നിറയെ നിങ്ങൾക്കുള്ള പിന്തുണയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ സംസാരിക്കുന്നത് കാണുമോ എന്ന് പോലും എനിക്കറിയില്ല. എന്നിരുന്നാലും രാഹുൽ, നിങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ തുടങ്ങി വെച്ച ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിനൊക്കെ പാലക്കാട്ടുകാർ സാക്ഷിയാണ്. അതിന് ഇവിടുത്തെ സഖാക്കളും സാക്ഷിയാണ്. ആ സഖാക്കൾ സാക്ഷിയായതിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ വേട്ടയാടപ്പെടുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പാഴാവാൻ പാടില്ല. അതൊക്കെ പൂർത്തീകരിക്കേണ്ട ബാധ്യത അത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോകളിൽ വരുന്ന ചില കമന്റുകൾ, ആ കമന്റുകൾ വായിക്കാതിരിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്, ആ വേർഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഡാഷ് കൊണ്ടുള്ള ഈ കളി നിർത്തിക്കള, ഇനി നടക്കില്ല. അതിന് ഓശാന പാടുന്ന കുറച്ച് ചാനലുകളും യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കഥ കഴിക്കുന്നത്. ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ നിങ്ങളെ തന്നെ തിന്നുന്നു, അങ്ങനെ നിങ്ങളും തീരും എന്നൊരാൾ കമന്റ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ പിണറായിയും സതീശനും ഒത്തുകളിച്ചതാണെന്ന് ചിലർ പറയുന്നുണ്ട്. ചില കമന്റുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ടും തോന്നും കേട്ടോ. ഞങ്ങളുടെ പാലക്കാടിന്റെ രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം മാത്രമാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഒരുപാടധികം കമന്റുകൾ എല്ലാം ഞാൻ വായിക്കാൻ തയ്യാറാവുന്നില്ല. അത് സമയപരിമിതികൾ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാത്തത്. ഞാൻ ഈ കമന്റ് ബോക്സുകൾ എല്ലാം ചെക്ക് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. കാരണം അത് ഈ ഞാൻ പറയുന്ന അഭിപ്രായത്തോട് ഇത് കേൾക്കുന്ന പ്രേക്ഷകന് ഏത് തരത്തിലാണ് അവർ അതിനെ സമീപിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്ക് പറയാനുള്ളത്, അതോ എന്നെ വിമർശിക്കുവാനോ, അതോ വേറെ വല്ല സജഷൻസും നിങ്ങൾക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും പരിശോധിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ വരുന്ന ആ കമന്റുകൾ എല്ലാം തന്നെ ഞാൻ വായിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും തന്നെ ഞാൻ വിട്ട് കളയാറില്ല, എല്ലാം വായിച്ചു നോക്കാറുണ്ട്. അങ്ങനെ വായിച്ചു നോക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാനും നമ്മൾക്ക് കഴിയുന്നത്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അത് ടോട്ടലി ഇപ്പോൾ ഡിഫറൻ്റ് ആണ്. ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവിടെ ഇവിടെ ചില മുറുമുറുപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഓരോ സെക്കൻഡുകളും കഴിയും തോറും അത് തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാഹുലിനുള്ള പിന്തുണയും വർദ്ധിച്ചു വരികയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ പിന്തുണകൾ നമ്മൾ പല രീതിയിൽ രാഹുലിനെ കുറിച്ചുള്ള പൊതു അഭിപ്രായം ഇങ്ങനെ
അത്തരത്തിൽ പൊതു അഭിപ്രായങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് സാധാരണയായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകൾ അല്ലെങ്കിൽ ചില സ്റ്റോറികൾ, ചില പോസ്റ്റുകൾ, അതിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ വരുന്ന പിന്തുണ, പ്രേക്ഷകർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്. അത്തരത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചും പലപ്പോഴും അതിന്റെ കമന്റ് ബോക്സുകൾ എല്ലാം മരിച്ചു പെറുക്കി വായിക്കാറുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും രാഹുലിന്റെ പിന്തുണ, ഈ ജനപിന്തുണ എന്ന് പറയുന്നത് ആരോപണങ്ങൾ ഉയർന്ന സമയത്തുണ്ടായിരുന്ന ചില മുറുമുറുപ്പുകൾ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ സമയത്തുണ്ടായിരുന്ന ചില മുറുമുറുപ്പുകൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലർ ഈ ആരോപണങ്ങൾ കേട്ട് പകച്ചു പോയവർ, ചിലർ ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് അറിയാതെ പകച്ചു നിന്നവർ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ബട്ട് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും, ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും ഈ ആരോപണങ്ങളൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും ഇതിനൊന്നും ഒരു കഴമ്പുമില്ലെന്നും ഇതൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും തെളിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാഹുലിനുള്ള ജനപിന്തുണയും അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പാലക്കാരുടെ ജനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പാലക്കാടിന് പുറത്തുള്ളവർ വരുമ്പോ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള എല്ലാവിധ സപ്പോർട്ടുമായി ആളുകൾ വരികയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ആളുകൾ എന്ന് പറയുന്നത് പാലക്കാട്ടുകാരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിന്റെ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ പോലും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് പുറത്തു വരുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ കാര്യം തന്നെയാണ്. അയാൾക്ക് അത് അഭിമാനിക്കുവാനും ഒരു അംഗീകാരമായി കണക്കാക്കുവാനുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.